ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 60-ാമത്തെ ആയത്തല്ലേ, ലഇൻ ലം യൻതഹിൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ മുർജിഫൂന ഫിൽ മദീന ലനുഗ്രിയന്നക ബിഹിം സുമ്മ ലാ യുജാവിറൂനക ഫീഹാ ഇല്ലാ ഖലീല. അള്ളാഹുവാണ്, വല്ലാഹി അള്ളാഹുവാണ് ലഇല്ലം യൻതഹിൽ മുനാഫിഖൂൻ, മുനാഫിഖുകൾ കപടവിശ്വാസികൾ വിരമിച്ചില്ല എങ്കിൽ, ഇൻതഹ യൻതഹി, ഇൻതഹ എന്ന് പറഞ്ഞാൽ എന്താ, അവസാനിപ്പിച്ചു, അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ, വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, തങ്ങളുടെ ഹൃദയങ്ങളിൽ മനസ്സുകളിൽ രോഗമുള്ളവരും, വൽ മുർജിഫൂന ഫിൽ മദീനത്തി, മദീനയിലുള്ള മുർജിഫുകളും വിരമിച്ചിട്ടില്ല എങ്കിൽ, ലനുഗ്രിയന്നക, ല ഈ വല്ലാഹി ഉണ്ടല്ലോ, ഇതിൻ്റെ ജവാബിൽ വന്ന ലാമാണത്, ലാം. ലനുഗ്രിയന്നക ബിഹിം, അവരുടെ മേൽ താങ്കൾക്ക് നാം മേൽക്കോയ്മ നൽകും. ലനുസല്ലിതന്ന അലൈഹിം എന്നർത്ഥത്തിൽ, അവരുടെ മേൽ താങ്കൾക്ക് നാം ആധിപത്യം അരുൾ നൽകും. സുമ്മ, അതിൽ പിന്നെ, താങ്കൾക്ക് അവരുടെ മേൽ അധികാരം നൽകിയതിൽ പിന്നെ, ലാ യുജാവിറൂനക, അവർ താങ്കളുടെ അയൽക്കാരായി, അയൽവാസികളായി തുടരുകയില്ല, ഫീഹ, ഫീഹ എന്ന് പറഞ്ഞാൽ ഫിൽ മദീന, മദീനയിൽ, ഇല്ല ഖലീലൻ എന്ന് പറഞ്ഞാൽ ഇല്ല സമനൻ ഖലീലൻ, കുറച്ചു കാലമല്ലാതെ, അല്ലെങ്കിൽ ഇല്ല ജിവാറൻ ഖലീലൻ, കുറഞ്ഞ ഒരു അയൽപ്പക്കം അല്ലാതെ, അല്ലെങ്കിൽ ഇല്ല ഖലീൽ എന്ന് പറഞ്ഞാൽ ഇല്ല അദദൻ ഖലീലൻ, അവരിൽ കുറച്ച് ആളുകളല്ലാതെ, പരിമിതമായ ആളുകളല്ലാതെ മദീനയിൽ തുടരൂല്ല, മദീന വിടും അവർ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അത് പറയാം, ഒന്നുകൂടി പറയാം. ഇവിടെ ഈ ക്രിയ ഇൻതഹ എന്നുള്ള ക്രിയയാണ്. ഇൻതഹ എന്ന് പറഞ്ഞാൽ അവസാനിച്ചു, വിരമിച്ചു, അവസാനിച്ചു. യൻതഹി, അവിടെ ഈ ലമ്മ് വന്നുകൊണ്ടാണ് ഈ കളയപ്പെട്ടത്. ലഇൻ ലം യൻതഹി അൽ മുനാഫിഖൂൻ വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ മുർജിഫൂൻ. നമ്മൾ ഇർജാഫാണ് നമ്മൾ പറഞ്ഞത്. അൽ ഇർജാഫ്, അതാണ് പറഞ്ഞു പോയത്. ഇർജാഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, ഈ വ്യാജ വാർത്തകൾ, അതേപോലെ തന്നെ ഈ സമൂഹത്തിൽ ആളുകൾക്കിടയിൽ അങ്കലാപ്പും ഭീതിയും വിശ്വാസക്കുറവൊക്കെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് വാർത്തകൾ പരത്തുക, അതാണ് ഇവിടെ ഇർജാഫ്. ഇപ്പം മദീനയിൽ ഈ മുർജിഫുകൾ ചെയ്തത് എന്താ, മദീനയിൽ ചെയ്തിരുന്നത്, പിന്നെ ഇന്ന സൈന്യങ്ങളൊക്കെ നമ്മൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, ഇന്നവരൊക്കെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്നു എന്ന് പറഞ്ഞു വരുത്തുക. അപ്പം മദീനക്കാർക്ക് എന്താ, ഒരു പേടി എപ്പോഴും. അതേപോലെ തന്നെ ഒരു സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ആൾബലം കുറവാണ്, അതുകൊണ്ട് അവരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനും അവരെ ഇല്ലായ്മ ചെയ്യാനും അവസരമാണ്. നിസ്ലാസൽ മതങ്ങൾ പറഞ്ഞയച്ച ആ സൈന്യം വലിയ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയാം ഇവിടെ മദീനയിൽ. അപ്പോൾ ആ സൈന്യത്തിൽ പോയ ആളുകളുടെ ബാക്കിക്കാർ ഇവിടെ ഉണ്ടാവും, അവർക്കൊക്കെ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ളതായ തെറ്റിദ്ധാരണ പരത്തൽ, ഇതൊക്കെ ഉദ്ദേശം. അതേപോലെ തന്നെ ഇപ്പം ആ സൈന്യം പോകേണ്ടിണ്ടായിരുന്നില്ല, ഇപ്പം പോയത് അപകടമായി. ഇനി അവിടെ വല്ല രക്തസാക്ഷിത്വം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ പറയും, ആ ആളുകളെ കൊല്ലാൻ വേണ്ടി വിട്ടതാണ്, അങ്ങോട്ട് പോകേണ്ടിണ്ടായില്ല, ഇവിടെ നിന്നാൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ ഇർജാഫിന് പല മുഖങ്ങളാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ സംഘടനാ സംവിധാനത്തിലാകട്ടെ, അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനത്തിലാകട്ടെ, പിന്നെ വിശ്വാസ്യത കെടുത്തുക, അന്യോന്യം വിശ്വാസ്യത കെടുത്തുക, ഇതൊക്കെ ഇതിൽപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞത്, ഞാൻ ഇന്ന കാര്യം പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി നടക്കണം, ആ പരിപാടിയിലൊരു പിന്നെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നടത്തിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അപ്പോൾ ഈ അന്യോന്യമുള്ള ഉണ്ടല്ലോ
ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ സംസാരിച്ച് അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഒരു കാര്യം പറഞ്ഞ് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ, അതല്ല വിഷയം. വിഷയം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണികൾക്കിടയിലുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ളതായ ഈ ഒരു വിശ്വാസ്യത കെടുത്തൽ, അല്ലെങ്കിൽ നടന്ന പരിപാടി ഒന്നും കൂടി കൊളാക്കൽ, ഇതൊക്കെ ഈ ഇർജാഫിൻ്റെ ഒരു ഭാഗമാണ്. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഫായിദല്ലാത്ത സംസാരം. അതുകൊണ്ട് ഉള്ള ചോറും ചക്കയിലൊട്ടിയാറില്ലേ, ഉള്ള ചോറും ചക്കയിലൊട്ടാറില്ല, അതാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് സമൂഹത്തിൻ്റെ കൂടെ നടത്താൻ പാടില്ലാത്ത ആളുകളാണ് ആര്? ഈ മുർജിഫുകൾ. ഇത്തരം ആളുകളെ കൂടെ നടത്താൻ പാടില്ല. അതുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലാ നുഗ്രിയന്നക ബിഹിം, ഈ ആളുകളുടെ മേൽ താങ്കൾക്ക് ഞാൻ മേൽക്കോയ്മ നൽകും. സുമ്മ ലാ യുജാവിറൂനക, പിന്നെ അവർ താങ്കളുടെ ജിവാർ എന്നെന്താ? ജാവറ യുജാവിറു ജിവാർ, അതിനാണ് വരുന്നത്. ജിവാർ എന്ന് പറഞ്ഞാൽ അയൽപ്പക്കം. പിന്നെ അവർ താങ്കളുടെ കൂടെ മദീനയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അവർ ഒപ്പം നടക്കാൻ പറ്റാത്ത ടീമാണ്. ഒപ്പം നടക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല, മൽഊനീനാണ്, ഊഖിദു ഖുത്തിലു തഖ്തീല, അവരെന്ത് ചെയ്യണം? സമൂഹത്തിൽ നിന്ന് അവർ അകറ്റപ്പെടണം എന്നുള്ളതാണ്. ഒപ്പം കൂട്ടാൻ പറ്റില്ല. കാരണം ഒപ്പം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് അവർ ഇപ്പോൾ ഒരു യുദ്ധത്തിന് പുറപ്പെട്ട് സൂറത്ത് തൗബ വായിക്കണം. ഈ ഇർജാഫിൻ്റെ അവസ്ഥ ലോ ഖറജു ഫീക്കും മാ സാദൂക്കും ഇല്ലാ ഖബാല എന്നാണ്. കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടെ ഉള്ളിടത്തോളം കാലം ഇതാണ് പണി, ഈ തുരപ്പം പണി അതാണ് ഉണ്ടാവുക. സ്പീഡിൽ നടക്കുന്ന ആളുകളെ മെല്ലെ പോയിട്ട് എന്ത് ചെയ്യും? മന്ത്രിച്ചിട്ട് ബാക്ക് കാക്കും. നന്നായി പ്രവർത്തിക്കുന്ന ഒരാളോട് മന്ത്രിച്ചിട്ട് അവരെ എന്ത് ചെയ്യും? പിന്നെ ശണ്ഡീകരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ വിഷയം. അതുകൊണ്ട് അത് വലിയ മുസീബത്താണിത്. ഒരു അപ്പുറത്തുള്ളൊരു ശത്രുവിനെ പോലല്ല, കൂടെ നടക്കുന്ന മിത്രമായി നടിച്ച് നടക്കുന്ന ഒരാളുകൾ ഇങ്ങനെ ഈ പാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് ഏറ്റവും വെറുത്ത പരിപാടിയാണെന്നുള്ളതിന് തെളിവാണ് ഈ ആയത്തിൻ്റെ ശൈലി. ഇവിടെ അൽ ജിവാർ കബിലദ്ദാർ അല്ലെങ്കിൽ അൽ ജാർ കബിലദ്ദാർ എന്ന് പറയും. ജിവാർ എന്ന് പറഞ്ഞാൽ അയൽപക്കം. നമ്മൾ വീട് സെലക്ട് ചെയ്യണതിന് മുമ്പ് അയൽവാസിനെ സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല. വീട് താമസിക്കാൻ അതിനാണ് ഈ ജിവാർ പറയാം, അൽ ജിവാർ. ഈ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, ദാ ആരാ ദുആ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഫിറഔന്റെ ഭാര്യ ആസിയ ബിന്ത് മുസാഹിമിന്റെ ദുആൻ. അവർ ദുആ ചെയ്തപ്പോൾ റബ്ബി ബിനിലി, റബ്ബെ നീ എനിക്ക് നിർമ്മിക്കണമേ ബൈത്തൻ, ഒരു വീട്. എവിടെ? സ്വർഗത്തിൽ. അങ്ങനെ പറഞ്ഞ് ഇൻദക റബ്ബി ബിനിലി ഇൻദക ബൈത്തൻ എന്നാണ്. ഇൻദക റബ്ബിൻ്റെ അടുക്കൽ. ആദ്യം അയൽപക്ക തിരഞ്ഞെടുത്തത്, റബ്ബിൻ്റെ അയൽപക്കത്ത്, ഫിൽ ജന്ന സ്വർഗത്തിൽ. അപ്പോൾ ഇതാണ് ഈ യുജാവിറൂനൊക്കെ വന്നത്. യുജാവിറൂനക്ക, താങ്കളുടെ അയൽവാസികളായിട്ട് കഴിയുക എന്നുള്ളത്. ലാ യുജാവിറൂനക ഫിഹ, മദീനയിൽ അവർ അങ്ങനെ കഴിയൂല, ഇല്ലാ ഖലീല. അത് വൽ മുർജിഫൂന ഫിൽ മദീനത്തി, മദീനയിലെ മുർജിഫീങ്ങളെ കുറിച്ച് ഇത് ആ പശ്ചാത്തലത്തിൽ പറഞ്ഞാണ്. ഇത് മദീനക്കാർക്ക് മാത്രമുള്ള വിഷയമല്ലത്, ഇത് എല്ലായിടത്തേക്കുള്ള വിഷയമാണ്. ഈ ഇർജാഫിൻ്റെ പണിയുണ്ട് അല്ല, ആര് നടത്തുന്നു അവർക്കൊക്കെ ഉള്ള വിഷയമാണ്, അവർക്കൊക്കെ വിഷയമാണ്. കാരണം അത് ഈ സമൂഹത്തെ ദുർബലപ്പെടുത്താൻ, സാമൂഹിക ശക്തിയെ ക്ഷയിപ്പിക്കാൻ ഒരു വിഭാഗം ഒപ്പം നടക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടല്ലോ, ഒരു പിന്നെ പോരായ്മ കണ്ടാൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെങ്ങനെ അവിടുന്ന് നികത്താം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഉടനെ അതെങ്ങനെ പരിഹരിക്കാം, അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷേ ഈ മുർജിഫുകൾ എന്താ ആലോചിക്കാന്ന് പറയാം, അതൊന്നുകൂടി കൊളാക്കാനാണ്. അവിടെ പോയിട്ട് പറയും അത് കണ്ടില്ലേ, ഞാൻ അന്ന് പറഞ്ഞിരുന്നു അത് കേട്ടില്ല, അല്ലെങ്കിൽ പിന്നെ ഇന്ന രീതിയിൽ തന്നെ ചെയ്യേണ്ടത് അത് ചെയ്തില്ല. പിന്നെന്താ ഉണ്ടാവുക? ഇത് ഒന്നും കൂടി ശക്തിപ്പെടുത്തേണ്ട ആളുകൾ എന്ത് ചെയ്യാണ്? അവർ കൂടുതൽ വിഘടിതരായിട്ട് അതൊന്നും കൂടി കൊളാകാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്തുക. അതാണ് ഇർജാഫ്. മുഷ്കില, ഭയങ്കര വലിയ വിഷയമാണ് അത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശൈലിയിൽ തന്നെ അത് പറയുന്നത്, വൽ മുർജിഫൂന ഫിൽ മദീന. അത് അന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ തങ്ങൾ ഇതിൽ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ ഏറ്റവും കൂടുതൽ പൊറുതി മുട്ടിയത് ഈ വിഷയത്തിലാണ്. ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിൽ പറയേണ്ട അഭിപ്രായം അവിടെ പറയാതെ മീറ്റിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ ഞാനത് അവിടെ പറഞ്ഞില്ല, ഞങ്ങളോട് ഇത് പറയാണ്, എന്നിട്ട് പിന്നെ ആ പുറത്ത് പോയിട്ട് പറയുന്ന
ഇർജാഫ്, ഒന്നാം നമ്പർ ഇർജാഫ്. അത്തരം ആളുകളെ തന്നെ കൂട്ടായ്മയിൽ കൂട്ടാൻ പറ്റൂല, വേഗം പുറത്തുണ്ടാണ്. നമ്മളൊരു മീറ്റിംഗ് ആണ്, ആ മീറ്റിങ്ങിൽ കൂടിയിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, സുതാര്യമായി അവതരിപ്പിച്ച് അന്യോന്യം പാരസ്പര്യത്തിൽ ഒക്കെ ചർച്ച ചെയ്ത് ഇതാക്കേണ്ട ഒരു വിഷയം അത് അവിടെ പറയാതെ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാണ് പറയാണ്. അപ്പം നിങ്ങളെന്താ അത് അവിടെ പറഞ്ഞുകൂടെ? അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പിന്നെ പുറത്തെങ്ങനെ പറയണത്? ഞാനത് അവിടെ പറഞ്ഞില്ല, അതിപ്പോൾ ഞങ്ങളോട് ഇപ്പോൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നാം നമ്പർ കൊളാക്കൽ ടീമാണ് അതെന്നുള്ളത്. അവർക്കൊക്കെ അതിലൊക്കെ ഇത് ബാധകം. പിന്നെ ഈ നാടുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഒരു നാട്ടിൽ ഉണ്ടല്ലോ, ആ നാട്ടിൻ്റെ സുഭദ്രത, സുരക്ഷിതത്വം, അത് ഐക്യം, അത് സുപ്രധാനമാണ്. ആ നാട്ടിൽ പല വിഭാഗങ്ങളുണ്ടാവും, പല ജാതികളും പല തരക്കാരും പല സ്വഭാവക്കാരും ഒക്കെ ഉണ്ടാവും. നാടിൻ്റെ ഈ ഐക്യം സുഭദ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്, അടിസ്ഥാനപരമായിട്ട് കാര്യം. അതിനെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ളതായ വാർത്തകൾ പ്രചരിപ്പിക്കുക, അതേപോലെ തന്നെ വർത്തമാനങ്ങൾ പറഞ്ഞു നടക്കുക എന്നുള്ളത് അതും ഇതാണ്. ഇതിലേറ്റവും ഗൗരവപ്പെട്ട വിഷയം അതാണ്. ആ ഒരു ഭാഗം പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊക്കെ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടല്ലോ, നമ്മൾ നോക്കേണ്ടത് എന്താണ്, വലിയ മസ്ലഹത്താണ് നമ്മൾ നോക്കേണ്ടത്, ചില വൈയക്തികമായിട്ടുള്ള ഫസാദുകളല്ല. അതുകൊണ്ട് തന്നെ ഒരു നാടിൻ്റെ സുഭദ്രത, ഐക്യം അത് കാത്തു സൂക്ഷിക്കുന്നതിന് എന്തൊക്കെ നമ്മൾ സഹിക്കണം, അതൊക്കെ നമ്മൾ സഹിക്കന്നെ വേണം, ശ്രമിക്കന്നെ വേണം. നമ്മൾ പിന്നെ ഉണ്ടല്ലോ, നമ്മളും കൂടി എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഈ പിന്നെ പ്രശ്നങ്ങളിൽ അതിനെ ഊക്കുകൂട്ടുന്ന, അതിനെ ആക്കം കൂട്ടുന്ന രീതിയിൽ വർത്തിക്കാൻ പാടുള്ളതല്ല. അത് ഏതറ്റം വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ടോ, നമ്മളെ നിയന്ത്രിക്കണം, പിടിച്ചു നിർത്തണം. അത്ര നമ്മൾ നിയന്ത്രിക്കുകയും പിടിച്ചു നിർത്തും വേണം. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കുറ്റവാളികളുണ്ടല്ലോ, രാഷ്ട്രീയ കുറ്റവാളികൾക്ക് അവർക്ക് കടുത്ത ശിക്ഷ വരുന്നത് അതുകൊണ്ടാണ്. അതിന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തത്തെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അത് അവരെ ഇരന്ന് വാങ്ങണതാണ്. അതിനിപ്പോൾ എത്ര പിന്നെ ദീനിൻ്റെ മേൽക്കുപ്പായിട്ടിട്ടും കാര്യമല്ല, ദീനിൻ്റെ മേൽക്കുപ്പായിട്ടിട്ടും കാര്യമല്ല. ഇപ്പോൾ ഒരു നാട് അതിൻ്റെ പിന്നെ ഒരു ഐക്യത്തിൽ, സുരക്ഷിതത്വത്തിൽ, സുഭദ്രമായിട്ട് അത് പോകുമ്പോൾ ഉണ്ടല്ലോ, ശരിയാണ്, മലക്കുകളാൽ നയിക്കപ്പെടുന്നതല്ല, നബിമാരാൽ നയിക്കപ്പെടുന്നതല്ല. ചില അപ്രിയമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില പിന്നെ പോരായ്മകൾ, അതൊക്കെ പെരുപ്പിച്ച് ഈ അത്തരം കാര്യങ്ങൾ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഇതൊക്കെ ഇർജാഫിൽപ്പെട്ടാണ്. ഇപ്പോൾ പിന്നെ ചില ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ നാടിനെ, എല്ലാ നാടുകളെയും രക്ഷപ്പെടുത്തട്ടെ, ഈ ചില അറ്റാക്കുകൾ, ചില പ്രതിരോധങ്ങൾ, അതൊക്കെ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ചില അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ട് അത് പ്രചരിപ്പിക്കുക. എന്താ ഉണ്ടാവുക? അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഇപ്പോൾ ഒരു മിസൈൽ വന്നു, അതിനെ പ്രതിരോധിക്കുന്ന രംഗം, അല്ലെങ്കിൽ അത് വരുന്ന രംഗം, ഇതൊക്കെ ഫോട്ടോ എടുത്ത് ചിത്രീകരിച്ചിട്ട് അവനാന് റീച്ച് കിട്ടേണ്ട കാര്യമാണ് ചില ആളുകൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനാൽ ഉണ്ടാകുന്നത് എന്താ? അറക്കല ബീവി ആന തുപ്പി എന്ന് പറഞ്ഞ മാതിരി നമ്മളെ നാടുകളിൽ എന്ത് ചെയ്യുന്നത്, മീഡിയകളൊക്കെ ഓരോ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ആളുകൾ എന്നിട്ട് ഭീതിയിൽ, ഇവിടെ ഉള്ളവരുടെ വിഷയത്തിൽ നാട്ടിലുള്ളവർക്ക് ഭീതി, പേടി, ഇവിടെ ആകെ പിന്നെ തീയാണ്, അല്ലെങ്കിൽ ഇവിടെ ആകെ പിന്നെ അസ്വസ്ഥതയാണ്, യുദ്ധമാണ്, ഇങ്ങനെ ഇതൊക്കെ ചില ആളുകളാലാണ് എന്ത് ചെയ്യുന്നത്, പ്രചരിപ്പിക്കപ്പെടുന്നത്. ഈ ഒരു ഭീതി ജനിപ്പിക്കൽ, മനസ്സ് തകർക്കൽ, പിന്നെ പ്രശ്നങ്ങൾ പെരുപ്പിക്കൽ, ഇതൊക്കെയാണ് ഇർജാഫ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് കടുത്ത ശിക്ഷയാണ് ഇസ്ലാമിക ശിക്ഷാ കോടതി ഉണ്ടെങ്കിൽ അവിടെ. ഇവിടെ ഒന്ന് മുനാഫിക്കുകൾ അല്ലേ, രണ്ട് വല്ലദീന ഫീ ഖുലൂബിഹിം മർദ്, ദുർബല വിശ്വാസികളും, പിന്നെ മുർജിഫൂൻ മൂന്നാമത്തെ. മൂന്ന് പിന്നെ വിഷയങ്ങളാണ് പറയുന്നത്. ഒന്ന് നിഫാക്കാണ്, കപടവിശ്വാസം. മറ്റൊന്ന് ഹൃദയത്തിൽ രോഗം, പിന്നെ ഇർജാഫ്. ഇത് മൂന്നും ഒരു കൂട്ടരുടെ വിശേഷണമാണോ? അതല്ല ഇത് മൂന്ന് വിശേഷണമുള്ള മൂന്ന് കൂട്ടരാണോ? എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയേ? ഒരു കൂട്ടരുടെ മൂന്ന് രോഗങ്ങൾ. കപടവിശ്വാസികളാണ് വിഷയം. ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായിട്ട്, ഇസ്ലാമിൻ്റെ താടിയും തൊപ്പിയും തലപ്പാവൊക്കെ ഉള്ള ഒരു ടീമാണ് ഇവിടെ വിഷയം.
അവർക്ക് എന്തുണ്ട്? നിഫാഖുണ്ട്, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്, അവർ ഇർജാഫ് അതുണ്ട്. മനസ്സിലായോ? അതാണ് ഇവിടെ ഉദ്ദേശം. ചിലർ പറഞ്ഞ അങ്ങനല്ല. ചില മുഫസ്സിറുകൾ പറഞ്ഞത് ഇത് മൂന്ന് കൂട്ടരാണ്. മുനാഫിഖൂൻ ഓക്കെ, കപട വിശ്വാസികൾ, ഏറ്റവും വൃത്തികെട്ടത്. പിന്നെ വല്ലദീന ഫീ ഖുലൂബിഹിം മറദ് എന്ന് പറഞ്ഞാൽ ദുർബല വിശ്വാസികൾ, വിശ്വാസികളാണ് പക്ഷേ അവരുടെ മനസ്സിൽ രോഗമുണ്ട്, അതിനാൽ അവർ ദുർബല വിശ്വാസികൾ. മുർജിഫൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൽ മുർജിഫൂൻ മദീന, മദീനയിലെ മുർജിഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂതന്മാർ എന്ന് പറഞ്ഞു. പക്ഷെ അത് സൂക്ഷ്മല്ല, അതല്ല. ജൂതന്മാർ ഇതിനൊക്കെ മുമ്പ് അവിടുന്ന് കെട്ടി കഴിഞ്ഞു മദീനയിൽ. ഇവിടെ ഉദ്ദേശം ആരന്നെയാണ്? മുനാഫിക്കുകൾ. ഈ മൂന്നും മുനാഫിക്കുകളുടെ വിഷയമാണ്. വാവ് ലി തഗായുർ, വാവ ആത്തിഫിൻ്റെ വാവാണ്. അതേപോലെ അത് തഗായുറിനെ തരുന്ന പറഞ്ഞാൽ ഒരാളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ, ഒരു ടീമിൻ്റെ വ്യത്യസ്ത വിശേഷണങ്ങളാണ് ഇതറിയിക്കുന്നത് എന്നുള്ളത്. ഈ വാവ് വന്നുകൊണ്ട് തന്നെയാണ് ഈ വർത്താനം ഇത് വന്നത്. ഇത് മൂന്ന് വിഭാഗമാണോ അതല്ല, പിന്നെ മൂന്ന് വിശേഷണങ്ങളിലെ ഒരു വിഭാഗമാണ്. കാരണം എന്താ വെച്ചാൽ ചരിത്രപരമായിട്ട് മദീനയുടെ ചരിത്രം ഈ ആയത്തിറങ്ങുമ്പോൾ അവിടെ ആരില്ല? യഹൂദരില്ല. ബനു ഖൈനുഖ പോയി, ബനു നദീർ പോയി, പിന്നെ ബനു ഖുറൈദ അവരും പോയി, തീർന്നു. لئن لم ينتهي المنافقون والذين في قلوبهم مرض والمرجفون في المدينة لنغرينك بهم ثم لا يجاورونك فيها إلا قليلا ملعونين. ഈ ലാ യുജാവിറൂനക എന്നുള്ളതിൽ നമ്മളോടൊരു ഉണ്ടല്ലോ, നമുക്ക് ഏറ്റവും സ്വാർത്ഥമായൊരു സംഗതിയായിരിക്കണം ആണ് നമ്മളുടെ നാട്, നമ്മളുടെ താമസ സ്ഥലം, നമ്മുടെ നാട് അല്ലേ, സ്വദേശം. ആ സ്വദേശത്തിൽ നിന്ന് അകറ്റപ്പെടുക നടത്തുന്നെങ്കിൽ അതൊരു ശിക്ഷയാണല്ലോ, ഇസ്ലാമിലൊരു ശിക്ഷയാണല്ലോ. അപ്പോൾ ചില തെറ്റുകൾക്ക് തഗ്രീബ് ആം, 1 വർഷം നാട് കടത്തൽ ശിക്ഷയാണ്. ആ നാട് കടത്തൽ ഇന്ന് പണ്ട് കാലങ്ങളിൽ അത് നാട് കടത്തലാണ്. ഇന്ന് നാട് കടത്തലിന് പകരം എന്താ ശിക്ഷ? ഇന്ന് ജയിലാണ്. പണ്ട് നാട് കടത്തലാണ്, നാട്ടിൽ നിന്ന് പുറത്താക്കുക, അത് ശിക്ഷയാണ്. ഇപ്പോൾ പിന്നെ അവിവാഹിതന് വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ 100 അടിയും നാട് കടത്തലുമാണ് അല്ലേ. ഇന്ന് അതിന് പകരം എന്താ? ഇന്ന് ശിക്ഷയാണ്, ജയിലിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജയിലിലെ ശിക്ഷയാകണം കേട്ടോ. ഇന്ന് ചിലർ ജയിലിൽ പോയി വരുമ്പോൾ പേർച്ചയെന്ന് വരും പോലെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കുളിർ ആണ് ചെയ്യില്ല. അത് അല്ല, ഇസ്ലാമിൽ അത് ശിക്ഷയാകണം. അപ്പോൾ ഈ മീനുണ്ടല്ലോ, ഈ നാട്ടിൽ നിന്ന് അകറ്റി നിർത്തൽ അതൊരു ശിക്ഷയാകണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നാടിനോടുള്ള എന്താ അറിയിക്കണത്? നാടിനോടുള്ള കൂറല്ല അറിയിക്കണത്, സ്വന്തം നാടിനോടുള്ള കൂറാണ് അത് അറിയിക്കണത്. അപ്പം നാടിനോട് കൂറുള്ളവനായിരിക്കണം ഒരു മനുഷ്യൻ, വിശ്വാസി പ്രത്യേകിച്ച്. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് നാട് കടത്തൽ എന്താകുക, ഒരു നോവായി വേദനയായിട്ട് മാറുക. നബിമാരോട് പറഞ്ഞ എന്താ? നബിമാരോട് പറഞ്ഞ ഇല്ല നുഖ്രിജന്നകും മിൻ ഖറിയത്തിനാണ് ശത്രുക്കൾ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുന്നതാണ്. അതൊരു ഭീഷണിയാകണമെങ്കിൽ നബിമാരെ അവർ പേടിപ്പിക്കുകയാണല്ലോ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുമെന്ന് പറയാണ്. ഔലത്തഊദു നഫി മില്ലത്തിന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആദർശത്തിലേക്ക് മടങ്ങിക്കോളിയും എന്ന് പറയാണ്. അപ്പോൾ ഈ നബിമാർക്ക് സ്വന്തം നാട്, അവിശ്വാസികളുള്ള നാടാണ്, സ്വന്തം നാട് അവരുടെ നാടല്ലേ, നബിമാരുടെ നാടാണ്. അതവർക്ക് സ്വാർത്ഥമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശത്രുക്കൾ ഈ ഭീഷണി പറയുന്നത്. പറഞ്ഞത് മനസ്സിലാണ്ടോ? അപ്പോൾ ഈ സ്വന്തം നാടിനോടുള്ള ഉണ്ടാകേണ്ട ഒരു കൂറിനെ കൂടി അറിയിക്കുന്നു ഈ പ്രയോഗം. സുമ്മ ലാ യുജാവിറൂനക ഫീഹാ ഇല്ലാ ഖലീല മൽഊനീൻ. മൽഊനീൻ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ അവരുടെ മേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ആധിപത്യം നൽകും, അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് മദീന വിട്ടു പോകേണ്ടി വരും എന്ന് പറയുന്നു, നാട് വിടേണ്ടി വരും. അതെങ്ങനെ? അവർ നാട് വിട്ടു പോണത് എങ്ങനെ? നാട് വിടേണ്ടി വരുന്നത് എങ്ങനെ? ശപിക്കപ്പെട്ട നിലയിലാണ്. അല്ലാഹു മൽഊനീൻ, ശപിക്കപ്പെട്ട നിലയിൽ.
എന്നിട്ട് പറയാണ് ഐനമ സുഖിഫു. സുഖിഫു എന്നാണ് എന്താ? എന്താ സുഖിഫു? അറി വുജിദു. എന്താ? ഐനമ വുജിദു, എവിടെ അവർ കാണപ്പെട്ടാലും. ഐനമ വുജിദു, എവിടെ കാണപ്പെട്ടാലും. ഉഖീദു. ഉഖീദു എന്ന് പറഞ്ഞാൽ ഉംസിഖു ഉസിറു, അവർ പിടികൂടപ്പെടണം, അവർ ബന്ധിക്കപ്പെടണം. ഉഖീദു എന്ന് പറഞ്ഞാൽ ഉംസിഖു, അവർ പിടികൂടപ്പെടണം, അല്ലെങ്കിൽ ഉസിറു, അവർ ബന്ധിക്കപ്പെടണം. വഖുത്തിലു. കുത്തിലു എന്ന് പറഞ്ഞാൽ കത്തല. കത്തല എന്ന് പറഞ്ഞാൽ വധിക്കുക, കൊല്ലുക. അത് കൊല്ലല് സാധാരണ കൊല്ലല്ല. കത്തല എന്ന് പറഞ്ഞാൽ തന്നെ, കത്തല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊന്നു എന്നാണ്. കത്തല. ഇവിടെ എന്താ പറഞ്ഞത്? കത്തല. അതിന്റെ മജൂലാണ് കുത്തില. കുത്തില, കൊല്ലപ്പെട്ടു. കുത്തില. കുത്തില എന്നാണ് എന്താ? ദാരുണമായിട്ടുള്ള കൊലയാണ്, നിഷ്ഠൂരമായ കൊല. അതാണ് കുത്തിലു എന്നാണ് അള്ളാഹ് പറഞ്ഞത്. കുത്തിലു, അവർ നിഷ്ഠൂരമായി കൊല്ലപ്പെടണം. അള്ളാഹു കുത്തിലു എന്ന് മാത്രമല്ല പറഞ്ഞത്, പിന്നെ കുത്തിലു തഖ്തീല എന്ന് പറഞ്ഞത് മസ്തർ കൊണ്ടുവന്ന്. കുത്തിലു തഖ്തീല മഫൂൽ മുത്തലക്കാണ്, മസ്തറാണ്. എന്ന് പറഞ്ഞെങ്കിൽ അവർ കൊല്ലപ്പെടേണ്ടത് എങ്ങനെ കൊല്ലപ്പെടണം? അത് ഹീനമായിട്ട് കൊല്ലപ്പെടണം. ഒരു എന്തിടാൻ പാടുള്ളതല്ല, കാരുണ്യവുമില്ലാത്ത രീതിയിൽ കൊല്ലപ്പെടണം. ഒരു കാരുണ്യവും ഇല്ലാത്ത രീതിയിൽ അവർ കൊല്ലപ്പെടണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. കാരണം ഇതിൻ്റെ കേസ് അങ്ങനത്തെ കുറ്റാണ്. സ്വാഭാവികമായിട്ട് അതൊക്കെ ഇസ്ലാമിക ശിക്ഷാ കോടതിയും ഭരണാധികാരിയും ഒക്കെ ഉള്ള സംവിധാനത്തിലാണ്. അല്ലാതെ ഓരോരുത്തരും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ആരാണെങ്കിലും ഇതിൻ്റെ വിഷയം ഉണ്ടല്ലോ, ഇതിൽ കുറ്റാണ് നോക്കുന്നത്. കുത്തിലു തഖ്തീല, അവർ പിടികൂടപ്പെടണം, അവർ ഹീനമായി കൊല്ലപ്പെടണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഈ ആയത്ത് ഇറങ്ങിയത്. മദീനയിൽ ഉണ്ടായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? പക്ഷെ മദീനയിൽ ഇതിൻ്റെ പേരിൽ ആളുകൾ പിടികൂടപ്പെട്ടോ, ശിക്ഷിക്കപ്പെട്ടോ? ഇതിൻ്റെ പേരിൽ ജൂതന്മാർ ഇങ്ങനെ കൊല്ലപ്പെട്ടില്ല. പിന്നെ ജൂതന്മാർ നാട് കടത്തപ്പെട്ടു. ഇതിന് മുമ്പ് ഈ കേസിലല്ല. പക്ഷെ പിന്നെ മദീനയിൽ ആരുണ്ടായിരുന്നു? മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു, അല്ലേ? മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് 11 റബീഉൽ അവ്വലിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താണത്. 10 തുടക്കത്തിൽ, അല്ലെങ്കിൽ ഹിജറയുടെ 9 ഒടുവിൽ ാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ മരിക്കുന്നത്. കപട വിശ്വാസികളുടെ നേതാവ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ, കപട വിശ്വാസികളുടെ നേതാവ് മരിക്കുന്നത് 9 അവസാനത്തിലാണ്. കപട വിശ്വാസികളുണ്ട്. അയാൾ നേതാവുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അവരെ പിടികൂടിയിട്ട് ബന്ധിക്കപ്പെട്ടിട്ടില്ല. കുത്തിലു തഖ്തീല, കൊന്നിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ. ഈ വിധിനെ നടപ്പിലാക്കേണ്ടത് ആരാണ്? ആര് വിധി നടപ്പിലാക്കി? ഇത്തരം കേസുകൾ ആരും നടപ്പിലാക്കുക? അത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകണം, ഭരണാധികാരി, അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന സംവിധാനം, അല്ലേ? അത് മസ്ലഹത്ത് നോക്കിയിട്ട് ഓരോ പിന്നെ ഇത്തരം ആളുകളെ പിടികൂടി ശിക്ഷിക്കലാണ് ഗുണകരമെങ്കിൽ, അതല്ല പിന്നെ അവരെ ശിക്ഷിക്കാതിരിക്കുന്നതിലാണ് നാടിൻ്റെ സുരക്ഷിതത്വമെങ്കിൽ അങ്ങനെ. അതിൻ്റെ അർത്ഥം അവർ ആദരണീയരാണെന്നല്ല, അവർ ശാപാർഹരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൽഊനീൻ എന്ന് പറഞ്ഞിരിക്കെ അവരിൽ ശിക്ഷ വന്നാലും ഇല്ലെങ്കിലും അവരെന്താണ്? അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരാണ്. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. പിന്നെ ഭരണാധികാരികൾ അങ്ങനെ ഉണ്ടല്ലോ, ഈ വെട്ട് കേസുകളൊക്കെ, തലകൊത്തൽ, കൈകൊത്തൽ കേസുകളൊക്കെ, അതൊക്കെ ഭരണാധികാരിയിലേക്കാണ് അതിൻ്റെ. പിന്നെ ഒരാളെ മോഷ്ടിച്ചു. വിശ്വാസമാതങ്ങളുടെ കാലത്ത് ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു വ്യക്തി മോഷണ കുറ്റം നടത്തി. അയാളെ പിടികൂടി തൊണ്ടി മുതൽ സഹിതം അയാളെ പിടികൂടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു.
അയാളെ പിടികൂടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ ഹദീസിന്റെ പ്രയോഗത്തിൽ കാണാം കഅന്നഹു ഉസിഫ അലാ വജ്ഹിഹി റമാദ് എന്നാണ്. റസൂലുള്ളാഹിന്റെ മുഖത്ത് ചാരം വാരിയിട്ടതുപോലെ നിറം മാറിയെന്നാണ്. വിഷണ്ണനായിട്ട് ദുഃഖിതനായിട്ട് ഈ റമാദ് വാരിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ റസൂലുള്ളാഹിന്റെ പൂമുഖല്ലേ, സുന്ദരമായ മുഖല്ലേ, അതിൽ ചാരം വാരിയിട്ട പോലെ മാറുക എന്ന് പറഞ്ഞാൽ അത്ര വിഷണ്ണനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കാണപ്പെട്ടു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നത് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നെ നിങ്ങൾക്ക് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് മാപ്പ് കൊടുത്തുകൂടായിരുന്നില്ല. അയാളെ പിടികൂടിയിട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അയാൾക്ക് മാപ്പ് കൊടുത്തുകൂടായിരുന്നില്ല. ഒരു കേസ് കോടതിയിലേക്ക് ഉയർത്തി ഭരണാധികാരിയുടെ സമക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റം സ്ഥിരീകരിച്ചാൽ പിന്നെ ശിക്ഷിക്കൽ എന്തായി ബാധ്യതയായി, ശിക്ഷിക്കൽ ബാധ്യതയായി. പിന്നെ അത് ഇതാക്കാൻ പാടില്ല. കുറ്റം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷ ബാധ്യതയായി. പക്ഷെ അതിന് മുമ്പ് എന്ത് ചെയ്യാം? മാപ്പ് കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആ സഹാബികൾ ചോദിക്കുന്നുണ്ട്, എന്തേ റസൂലെ നിങ്ങൾക്ക് ഇയാളെ പിടികൂടി കൊണ്ടുവന്നത് ഇതായില്ല, എന്താണ് നിങ്ങളുടെ മുഖം ഇങ്ങനെ മ്ലാനമായത് ചോദിക്കും. പറയണം, നിങ്ങൾക്ക് ഇയാൾക്ക് മാപ്പ് കൊടുത്തുകൂടായിരുന്നില്ല ഇവിടെ വരുന്നതിൻ്റെ മുമ്പ്? ഇയാളെ കാരണം എന്താണ്? ഒരു അവയവം മുറിച്ച് മാറ്റിയല്ലേ, അല്ലെങ്കിൽ ഒരു തല കൊത്തുന്ന കേസല്ലേ. ഇത് തല കൊത്തുന്ന കേസല്ല, പക്ഷെ ഇത് കൈ കൊത്തുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ഈ വെട്ട് ഉണ്ടല്ലോ, കൊത്തൽ, ഇത്തരം ശിക്ഷകളുള്ള കേസുകളൊക്കെ അത് കഴിഞ്ഞിടത്തോളം ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിടത്തോളം ഇദ്റഉൽ ഹുദൂദ് ബിശുബ്ഹാത്ത്, നേരിയ സംശയം ഉണ്ടെങ്കിൽ ചെയ്യണം. ഈ കൊത്ത് ഉണ്ടല്ലോ, ഈ മുറിക്കൽ ശിക്ഷകൾ അത് മാറ്റണം എന്നാണ്, ഒഴിവാക്കണം. നേരിയ സംശയം ഉണ്ടായാൽ മതി. ശുബ്ഹത്ത് ഉണ്ടായാൽ ഈ തലകൊത്ത, കൈകൊത്ത തുടങ്ങിയ കേസുകൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മാറ്റണം. വേറെ ശിക്ഷ കൊടുക്കാം. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കൊത്തി കഴിഞ്ഞ് പിന്നെയാണ് നിരപരാധിത്വം തെളിയുന്നത് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശുഭത്ത് വരണമെങ്കിൽ പിന്നെ അത് എടുത്ത് വെക്കാൻ പറ്റൂല. അതുകൊണ്ടത് ഒഴിവാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മുടെ ദീനിൻ്റെ ഒരു സൗന്ദര്യമാണ്. ഈ ശിക്ഷാവിധിയൊക്കെ ഉള്ളതോടൊപ്പം ദീനിൻ്റെ ഒരു സൗന്ദര്യമാണ്. ആളുകളുടെ മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് പ്രധാനം. ആളുകളുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റുക എന്നുള്ളതല്ല പ്രധാനം. മനസ്സ് ശുദ്ധമായിട്ടുണ്ടെങ്കിൽ അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇയാൾക്ക് നിങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൂടാഞ്ഞില്ലേ, അയാളെ നന്മക്ക് പ്രേരിപ്പിച്ചുകൂടായിരുന്നില്ലേ എന്നൊക്കെയുള്ള വിഷയം. ഏതായാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഇത് ഇറങ്ങിയത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് കപട വിശ്വാസികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം ഫുലാൻ 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 ഇതാണെന്നുള്ളത്. പക്ഷേ റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടില്ല? അവരെ പിടികൂടിയിട്ട് വഖുത്തിലു തഖ്തീല നടത്തിയിട്ടില്ല. പക്ഷേ അവർ ഈ ആളുകൾ ചെയ്യുന്നത് കൊടിയ അപരാധമാണെന്നുള്ളതിന് തെളിവാണ് എന്തത് ഈ ആയത്ത് പാരായണം ചെയ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ എന്ത് ചെയ്തത്? നിലനിർത്തിയത്. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ഭരണാധികാരിക്ക് തോന്നുകയാണ് ഇവർ പിടികൂടപ്പെടണം, ഇവർ ശിക്ഷിക്കപ്പെടണം എന്ന് തോന്നുകയാണെങ്കിൽ ശിക്ഷിക്കുകയാണെങ്കിൽ ഉണ്ട്, വിധിവടണ്ട്. മൽഊനീൻ ഐനമാ സുഖിഫു ഉഖിദു വഖുത്തിലു തഖ്തീല സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബ്ൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. സുന്നത്തല്ലാഹ് അള്ളാഹുവിൻ്റെ സുന്നത്തിന്, അതാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ സുന്നത്തിന് എന്ന അർത്ഥം. എന്താ അള്ളാഹുവിൻ്റെ സുന്നത്തിന്? സുന്നത്തുള്ള എന്നല്ല, അങ്ങനെ അള്ളാഹിൻ്റെ സുന്നത്ത് എന്ന് പറയാം. പക്ഷെ ഇത് സുന്നത്തല്ല, അള്ളാഹുവിൻ്റെ സുന്നത്തിനെ എന്നാണ്. ഫില്ലദീന ഖലൗ മിൻ ഖബിൽ, ഫില്ലദീന മദൗ മിൻ ഖബിൽ, മുമ്പ്, ഖലൗ എന്ന് പറഞ്ഞാൽ മദൗ, കഴിഞ്ഞു പോയ. ഫില്ലദീന ഖലൗ മിൻ ഖബിൽ, മുമ്പ് കഴിഞ്ഞു പോയവരുടെ വിഷയത്തിൽ, കഴിഞ്ഞു പോയവരിൽ അള്ളാഹുവിൻ്റെ സുന്നത്തിനെ എന്നാണ്. അള്ളാഹുവിൻ്റെ സുന്നത്തിനെ എന്താ? പിന്നെ അള്ളാഹു സുന്നത്താക്കി ചര്യയാക്കി എന്നാണ്. സന്നല്ലാഹു സുന്നത്തഹു എന്നാണ്. അള്ളാഹു ചര്യയാക്കി അള്ളാഹുവിൻ്റെ സുന്നത്തിനെ, അതാണ് ഇവിടെ ഈ അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. ഇങ്ങനെ ഈ ഒരു മസ്ദർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മഫൂൽ പറഞ്ഞാൽ സുന്നത്തല്ലാഹി, അള്ളാഹുവിൻ്റെ സുന്നത്തിനെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് ഒരു ക്രിയ പറയേണ്ട കാര്യമല്ല, ബോധ്യപ്പെട്ടു. ഈ അള്ളാഹുവിൻ്റെ ഈ സുന്നത്തിനെ അള്ളാഹു നടപ്പിലാക്കിയിരിക്കുന്നു. എവിടെ നടപ്പിലാക്കി? ഫില്ലദീന ഖലൗ മിൻ ഖബൽ, ഇതിനു മുമ്പ് കടന്നു പോയവരുടെ വിഷയത്തിൽ. എന്താ സുന്നത്ത്? അതായത് ആരാണോ ഈ ഇർജാഫുമായിട്ട് നടക്കുന്നത് അവരുടെ മേൽ ആധിപത്യം
അവരെ കീഴൊതുക്കൽ, അവരെ പിടിക്കൽ, അവരെ ശിക്ഷിക്കൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. നബിമാരിൽ, പൂർവികരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പില്ല. മുമ്പ് കഴിഞ്ഞു പോയ നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഇർജാഫിന്റെ ആളുകളെ പിടികൂടിയിട്ട് അവരെ ശിക്ഷിക്കണ വിഷയം. അതാണ് ഇവിടെ പറയുന്നത്, സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബൽ. കാരണം ഒരു ജനവിഭാഗത്തിലും സാമൂഹ്യ ശ്രേണിയിൽ സമ്മതിക്കാൻ പാടില്ലാത്ത ടീമാണ് ഈ ടീം, ഇർജാഫിന്റെ ആളുകൾ. ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല, അവരൊപ്പം കൂടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരെ പിടികൂടാൻ, കൈകാര്യം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അതാത് കാലങ്ങളിൽ നബിമാരെയും മറ്റും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, നടപടിക്രമമാണ്. ആ നടപടിക്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുടർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്, സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബൽ. എന്നിട്ട് അവസാനിപ്പിക്കുന്നത് വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ സുന്നത്തിന് ഒരു തബ്ദീൽ, മാറ്റം, വലൻ തജിദ താങ്കൾ കാണൂല്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് അന്ത്യനാൾ വരേക്കും, അന്ത്യനാൾ വരേക്കും ഇത് തന്നെയാണ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ സുന്നത്തിന് ഒരു തബ്ദീൽ, മാറ്റം, അത് താങ്കൾ കാണൂല്ല എന്ന് പറഞ്ഞ ഒരു ശൈലിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുന്നത്ത് തന്നെയാണ് ഇനി തുടർന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം എന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തിലാണ് ഈ ഒരു വിഷയം പറയുന്നത്. സമൂഹം എപ്പോഴും ഉറപ്പിലും പൊരുത്തത്തിലും ഐക്യത്തിലും നിൽക്കേണ്ട ഒരു ആവശ്യകത, അനിവാര്യത. അതിൻ്റെ കെട്ടുറപ്പിനെ തകർക്കുന്നത് വലിയ അപരാധമാണ്, വലിയ അപകടമാണ്. ഇവിടെ ഒരു വിഷയം, നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ പറയും, പ്രത്യേകിച്ചൊരു പിന്നെ യുദ്ധ സാഹചര്യങ്ങൾ വരിക, ശത്രുവിൻ്റെ കുതന്ത്രം അത് പ്രയോഗിക്കപ്പെടുന്ന സന്ദർഭം വരിക, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഈ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും അപകടങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് പകരം അതല്ല നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. നമ്മളോട് പറഞ്ഞ വിഷയം പ്രത്യേകിച്ച് ദുആ ചെയ്യാന്, അല്ലേ? ദുആന്റെ വിഷയമാണ് ആഫിയത്ത്. അൽ ആഫിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. ആഫിയത്ത് സൗഖ്യത്തെയാണ് അറിയിക്കുന്നത്. മാനസികമായ സൗഖ്യം, ശാരീരികമായ സൗഖ്യം, അതേപോലെ തന്നെ കുടുംബത്തിൽ സൗഖ്യം, സമ്പത്തിൽ സൗഖ്യം, സമൂഹത്തിൽ സൗഖ്യം, ഒരു വിശാലമായിട്ടുള്ളൊരു പിന്നെ ആശയത്തെ തരുന്നൊരു പദമാണ് ആഫിയത്ത്. അത് വ്യക്തിയുടെ വിഷയത്തിലായാലും, ഇപ്പോൾ ഒരു വ്യക്തി നിസ്ലാസൽ മതങ്ങളുടെ സമക്ഷത്തിൽ കാണപ്പെടുകയാണ്, അയാൾ ഇങ്ങനെ ഒരു ഫർഹ് പോലെ വറക്കുകയാണെന്നാണ്. ഫർഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ഒരു കോഴിക്കുഞ്ഞോ അല്ലെങ്കിൽ പക്ഷിക്കുഞ്ഞ്, അതങ്ങനെ വറക്കൂലേ, അതേപോലെ വറക്കുകയാണ് ഒരു മനുഷ്യൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അമാ സഅൽത അല്ലാഹൽ ആഫിയ, അള്ളാഹിനോട് ആഫിയത്തിനെ ചോദിച്ചില്ല എന്ന് ചോദിക്കുകയാണ് അയാളോട്. അപ്പോൾ അയാൾ പറയുന്നത്, റസൂലെ, ഞാൻ അള്ളാഹിനോട് ചോദിച്ചത് ആഫിയത്തല്ല, ഞാൻ ചോദിച്ചത് അള്ളാഹുവെ ആഖിറത്തിൽ എനിക്ക് വല്ല ശിക്ഷയുണ്ടെങ്കിൽ അത് എനിക്ക് ദുനിയാവിൽ തന്നെ തന്നാളാം, ആഖിറത്തിലേക്ക് എൻ്റെ ശിക്ഷയെ നീട്ടിവെക്കല്ലേ, അത് ദുനിയാവിൽ എനിക്ക് തന്നാളാം എന്ന് ഞാൻ അള്ളാഹിനോട് പറയാ ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അള്ളാഹുവിൻ്റെ ആദാബ് ഒരിക്കലും താങ്ങാൻ പറ്റിയ കേസല്ല. നിനക്ക് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ ദുആ ചെയ്തു, അതൊക്കെ റസൂലുള്ള പറഞ്ഞു കൊടുത്തു തന്നെ. പക്ഷേ റസൂലുള്ള അയാളെ കണ്ട ആഫിയത്തിനോട് ചോദിച്ചുകൂടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അയാൾ അത്രമേൽ പീഡിതനായി പിന്നെ പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് വ്യക്തിപരമായും ഒക്കെ ഈ ഒരു ആഫിയത്തിൻ്റെ വിഷയം. ഇപ്പോൾ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഖബർ സിയാറത്തിൻ്റെ ദുആയിൽ കാണാം, അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീന എന്ന് പറഞ്ഞാൽ ദുആ പോയിട്ടുണ്ടെങ്കിൽ അവസാനം കാണാം അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, നമുക്കും നിങ്ങൾക്കും അള്ളാഹിനോട് ആഫിയത്തിനെ തേടും. ആഫിയത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായി ആദ്യ പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പറഞ്ഞിരുന്ന മിമ്പറിലാണ് കയറുന്നത്, ആളുകളെ അഭിമുഖീകരിക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി നിന്ന പടിയിലേക്ക് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നില്ല.
അപ്പോൾ അദ്ദേഹത്തിന് താഴെയുള്ള പടിയിൽ നിന്നിട്ട് ആളുകളോട് സംസാരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മിമ്പറിൽ വെച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ സല്ലല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹിനോട് അഫുവും ആഫിയത്തും തരണം എന്ന് പറഞ്ഞ ആ പ്രസംഗമാണ്. അതിൽ പിന്നെ ഫൈനഹു ലം യുഅത അഹദുൻ ബഅദൽ യഖീനി മിഥലൽ ആഫിയ. യഖീൻ, ഈമാൻ, ദൃഢവിശ്വാസം, അതിനപ്പുറം ആഫിയത്തിനേക്കാൾ ശ്രേഷ്ഠമായതൊരു മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ആഫിയത്തിനെ തേടണം എന്ന് പറഞ്ഞത്. അത് എപ്പോഴാണ് പറയുന്നത്? അബൂബക്കർ റളിയല്ലാഹു റസൂലുള്ളാഹി വഫാത്തായിട്ട് അദ്ദേഹം ഖലീഫയായി നിന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതോടുകൂടി വിശ്വാസികളുടെ അവസ്ഥ എന്താ? വിശ്വാസികൾ ആകെ കരച്ചിലിൽ, ദുഃഖഭരിതമായി, മൂകമായി എല്ലാ വിശ്വാസികളും. ശത്രുക്കളുടെ അവസ്ഥ, ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ തക്കം നോക്കി മദീനയെ ആക്രമിക്കാൻ. കപട വിശ്വാസികൾ പലരും അവരെന്ത് ചെയ്തു? അവരുടെ തനി സ്വഭാവം കാണിച്ചു. അവർ കുഫറിലേക്ക്, അതാണ് റിദ്ദത്ത്. ഒന്നാലോചിച്ച് നോക്കിയേ. അറേബ്യൻ ഉപദ്വീപിൽ കപട വിശ്വാസികളൊക്കെയും എന്തായി? മതപരിത്യാഗികളായി, റിദ്ദത്തിലായി, ദീനൊഴിവാക്കി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ല. വിശ്വാസികൾ ഇങ്ങനത്തെ അവസ്ഥ, അവിശ്വാസികളുടെ അവസ്ഥ, കപട വിശ്വാസികളുടെ അവസ്ഥ. അതിനിടയിലാണ് ഖലീഫ എഴുന്നേറ്റിരിക്കുന്നത് ആദ്യം. അതൊന്നാലോചിച്ച് നോക്കി. അതിനെ പിടിച്ചു വിലക്കുന്ന ഒരു സാഹചര്യമാണ് സംജാതായത്. അവിടെയാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി ആഫിയ, നിങ്ങൾ അള്ളാഹിനോട് ആഫിയത്തിനെ ചോദിക്കാൻ പറയുന്നത്. ആഫിയത്തിൻ്റെ ഒരു പിന്നെ അനിവാര്യത, അതും ഈ പരീക്ഷണ നാളുകളിൽ പ്രത്യേകിച്ച് അതാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ തേടുക. നമുക്കും കുടുംബത്തിനും സമ്പത്തിനും നാടിനും നാട്ടുകാർക്കും ഒക്കെ ആഫിയത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തേടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനിവാര്യത. അതും ഉണ്ട്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹിനോട് ആഫിയത്തിന് തേടുന്ന പറഞ്ഞാണ് കിടക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അസ്അലുല്ലാഹൽ ആഫിയ എന്ന് പറഞ്ഞ ഉറങ്ങാൻ എന്ന് പറയുന്നത്. അപ്പോൾ സമയത്തോ മിൻ ഉമറ, ഉമറിൽ നിന്നാണ്, വാപ്പയിൽ നിന്നാണ് അത് കേട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് സമയത്തു മിൻ ഖൈരി മിൻ ഉമർ, ഉമറിനേക്കാൾ ഖൈറായ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടതാണ്. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആഫിയത്തിന് തേടിയിട്ട് കിടക്കുക. അതേപോലെ എല്ലാ ദിവസവും രാവിലെ, എല്ലാ ദിവസവും വൈകുന്നേരം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. എത്ര സ്ഥലത്താ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി, ദീൻ, വദുനിയായ, വഅഹ്ലി, കുടുംബം, വമാലി, സ്വത്ത്, അതിലൊക്കെ ആഫിയത്തിന് തേടാൻ. അല്ലാഹുമ്മ അസ്തുർ ഔറാത്തി വഅമിൻ റൂആത്തി, അല്ലാഹുമ്മ അഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. അതേപോലെ അല്ലാഹുമ്മ, രാവിലെ ചൊല്ലുന്ന വൈകുന്നേരം ചൊല്ലുന്ന ദുആയിൽ അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, അല്ലേ? ലാ ഇലാഹ ഇല്ല അൻത 3 തവണ ആവർത്തിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആഫിയത്തിൻ്റെ ഒരു പിന്നെ പ്രാധാന്യം, അതിൻ്റെ ഒരു ആവശ്യകത, അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ശത്രുവിനെ കാണുന്ന സമയത്ത് ഒന്നാലോചിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ ശത്രുവിനെ കണ്ടു. പക്ഷെ റസൂലുള്ളാഹി ശത്രുവിലേക്ക് പോയില്ല. ഹത്തമാലത്തി ശംസ്, എന്നാണ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രിയായി യുദ്ധമല്ല, പകലാണ് യുദ്ധം. ശത്രുവിനെ കണ്ടു എന്നാണ്. പക്ഷെ റസൂലുള്ളാഹി ശത്രുവിലേക്ക് പോയില്ല. സൂര്യൻ അസ്തമിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ് സഹാബികൾ പറയാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഞങ്ങളോട് പറഞ്ഞത് ലാ തതമന്നൗ ലിഖാഅൽ അദു വസ്അലുല്ലാഹൽ ആഫിയ. ലാ തതമന്നൗ ലിഖാഅൽ അദു, ഒരു ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. വസ്അലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹിനോട് ആഫിയത്തിനെ തേടാൻ വേണ്ടത്. നിങ്ങൾ ഒരിക്കലും ശത്രുവിനെ കണ്ടുമുട്ടാൻ കൊതിക്കരുത്. ഫൈന്നകും ലാ തദ്റൂന മാ യകൂനു ബഅദ ദാലിക്, ഒരു ശത്രുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം എന്താണ് സംഭവിക്കുക അത് നിങ്ങൾക്കറിയാൻ പറ്റൂല.
ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പിന്നെ അതിനെ തുടർന്ന് എന്ത് അളക്കാൻ പറ്റൂല. അതിൻ്റെ വണ്ണം എണ്ണം ഇതൊന്നും പിന്നെ നിർണീതല്ല. അത്രമേൽ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ കൊതിക്കരുത്, നിങ്ങൾ ആഫിയത്തിന് തേടണം. പിന്നെ റസൂൽ പിന്നെ അനുബന്ധം പറഞ്ഞു, ഇനി അഥവാ ശത്രുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഫൈദാ ലഖീതുമുഹും ഫസ്ബുതു, പിന്നെ പായാൻ പാടില്ല. ശത്രുവിനെ കണ്ടുമുട്ടരുത് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് ഓടാൻ പാടില്ല. പിന്നെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ പിന്നെ ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ പഠിപ്പിക്കുന്ന ഈ ഒരു വശമാണ്. ഒരിക്കലും നമ്മൾ ഈ വൈയക്തികമായിട്ടുള്ള ചില പിന്നെ വിഷയങ്ങളുടെ പേരിൽ നമ്മൾ ചില ആളുകൾ ഉണ്ടല്ലോ, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കൈയാളുന്ന ചില ആളുകളുണ്ട്. അവർക്ക് പ്രത്യേകം ചാനൽ ഉണ്ടാവും, അവർക്ക് പിന്നെ പ്രത്യേകം പിന്നെ ഗ്രൂപ്പ് ഉണ്ടാവും, കാര്യം. എന്നിട്ട് അതിലുള്ള റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടി ഒക്കെ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ അതും ഇതും ഫോട്ടോ എടുത്തും അതും ഇതും കോപ്പി അടിച്ചും ഇതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം, അതൊരു വിശ്വാസിയുടെ സ്വഭാവമല്ല. വിശ്വാസിയുടെ സ്വഭാവമല്ല, അത് പാടില്ല. എങ്ങനെയെങ്കിലും ഇത് ഒതുങ്ങാൻ, എന്തെങ്കിലും ഒരു സങ്കീർണ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അടങ്ങാനും ഒതുങ്ങാനും, നമ്മളുടെ വക ഒരു തുള്ളി വൈക്കിട്ടിട്ട് അത് കത്താനല്ല, പിന്നെയോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യാനാ പറഞ്ഞത്. അതും ഈ ആഫിയത്തിന് ദുആ ചെയ്യാൻ, അതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്. അത് നമ്മൾ വിശ്വാസികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ നാടോടുമ്പോൾ നടുക്കോട് പറഞ്ഞില്ലേ, അതേപോലെയാണ് ആളുകൾ. ഇത് വലിയ ഒരു മുസീബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ യാ റസൂലല്ലാ ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, നമ്മളിവിടെ പഠിച്ചാണ്, റസൂലെ ഞങ്ങളുടെ കൽബുകൾ കഴുത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാണ്. ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഞങ്ങളുടെ കൽബുകൾ കഴുത്തിലേക്ക് എത്തി, ഞങ്ങൾ എന്താണ് ദുആ ചെയ്യുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും ദുആ ചെയ്യാൻ വചനങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഉസ്തുർ ഔറാത്തിന വ ആമിൻ റൗആത്തിന ഇത് പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഉസ്തുർ ഔറാത്തിന, ഇതാണ് പഠിപ്പിച്ചത്. വ ആമിൻ റൗആത്തിന, ഉസ്തുർ എത്ര ഉണ്ട്? ഇത് ഒരു പിന്നെ സെക്കൻഡിൽ നിർവഹിക്കാവുന്ന ദുആയാണ്. ഇതാണ് ചെല്ലാൻ പഠിപ്പിച്ചത്. കാരണം അത്രയും ഭീതിയിലാണ്. വലിയതൊന്നും കാണാതെ പഠിച്ചിട്ട് ചെല്ലാനോ അല്ല മാനസികാവസ്ഥയല്ല, അതിൻ്റെ അവസരമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ക്ഷിപ്രസാധ്യത പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഉസ്തുർ ഔറാത്തിന വ ആമിൻ റൗആത്തിന പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ദുആ സഹാബികൾ നിർവഹിച്ചപ്പോൾ പറയാണ്, കാറ്റ് വന്നിട്ട് ശത്രുക്കളുടെ മുഖത്ത് തല്ലുന്നത് കണ്ടു എന്നാണ്. കാറ്റ് വന്നിട്ട് ശത്രുവിൻ്റെ മുഖത്തടിച്ചു എന്നാണ്. മുഖത്ത് കാറ്റടിച്ചു, അങ്ങനെ അവർ പിന്തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്നതാണ്, ഒരു വിഷയങ്ങൾ, വിഷമതകൾ, പ്രയാസങ്ങൾ സംജാതമാകുമ്പോൾ നമ്മൾ അതിനെ പെരുപ്പിക്കാൻ, അതിനാൽ മുതലെടുക്കാൻ, അതിൽ ഭീതി പരത്താൻ അതിനല്ല പരിശ്രമിക്കേണ്ടത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അതിനെ പെരുപ്പിക്കാതെ, അത് പ്രശ്നവൽക്കരിക്കാതെ, സമാധാനചിത്തനായിട്ട് ദുആയിലൊക്കെ ആശ്രിതനായി. അൽ ഇബാദത്തു ഫിൽ ഹർജ് കഹിജ്റത്തിൻ ഇലയ്യാണ്. ഈ ഹർജിൻ്റെ സമയം, ഹർജ് എന്ന് പറഞ്ഞെങ്കിൽ യുദ്ധ സാഹചര്യങ്ങളിൽ ഇബാദത്തിൽ കഴിയുക എന്നുള്ളത് എൻ്റെ അടുക്കലേക്ക് ഹിജറ വരുന്നത് പോലെയാണ്. എൻ്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞാൽ ആരുടെ അടുക്കലേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹിജറ വരുന്നത് പോലെയാണ് ഈ ഹർജിൻ്റെ സമയത്ത് ഇബാദത്ത് എന്നാണ്. ആ സമയത്തുള്ള നമ്മളുടെ പിന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, നിർബന്ധ നിസ്കാരത്തെക്കുറിച്ച് പറയേണ്ട കാര്യമല്ല, ഇല്ലാതെ നമ്മൾ മുസ്ലിങ്ങളല്ല. നിർബന്ധ നിസ്കാരം നിർബന്ധമാക്കും. അപ്പോൾ അത് സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, ദുആവുകൾ, ദിക്റുകൾ, പിന്നെ ഇതൊക്കെ ഖുർആൻ പാരായണം, ഇങ്ങനെ ഇതൊക്കെ വലിയ പുണ്യാണ്. അത് അനിവാര്യവും അത്യന്താപേക്ഷിതമാണെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഏതായാലും ഇത് ഈ ഒരു വിഷയം പിന്നെ ഈ ഒരു ഇർജാഫിൻ്റെ വിഷയം വളരെ ഒരു ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ഇത്തരം ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്ന ഒരു സമയം.
അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു വിഷയം പിന്നെ ഉണർത്താൻ ഉദ്ദേശിച്ചത്. ഈ മദീനയിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അത് അന്നത്തെ മദീനയുടെ സാഹചര്യത്തിന്റെ ആ പരിപ്രേക്ഷ്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു. പിന്നെ അതിന്റെ വിധിയും പറഞ്ഞു. എന്നേക്കും അത് എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്ദ് ലാ ബി ഖുസൂസി സബബ് എന്നുള്ളത് തത്വമാണ്. അൽ ഇബ്റത്തു പരിഗണന ബി ഉമൂമിൽ ലഫ്ദ്, ഈ പദപ്രയോഗങ്ങൾ അറിയിക്കുന്ന പൊതു തേട്ടാണ്. അല്ലാതെ ലാ ബി ഖുസൂസി സബബ്, ഏതൊരു കാരണത്തിന് വേണ്ടിയിട്ട് ഇത് ഇറങ്ങിയോ ആ കാരണം മാത്രമല്ല, പിന്നെയോ ഈ വചനങ്ങൾ അറിയിക്കുന്ന പൊതു തേട്ടം, അതാണ് പരിഗണനീയം എന്നുള്ളത്. ഖലാസ്. യല്ലാ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത